കൊട്ടാരക്കരയിലെ ശാന്തമായ ഒരു പ്രദേശത്താണ് നാടിനെ നടുക്കിയ ആ കൊടും ക്രൂരത അരങ്ങേറിയത്. പ്രായമായ ഒരു സ്ത്രീ അവിടെ ഒറ്റയ്ക്കായിരുന്നു താമസിച്ചിരുന്നത്. ഏകാന്തമായ ആ ജീവിതത്തിന് ഏക ആശ്രയം തൊട്ടടുത്ത് തന്നെ താമസിച്ചിരുന്ന അവരുടെ മകളായിരുന്നു. അമ്മയും മകളും തമ്മിലുള്ള സ്നേഹബന്ധത്തിന്റെ നേർക്കാഴ്ചയായിരുന്നു അവരുടെ ദിനചര്യകൾ. എല്ലാ ദിവസവും ഉച്ചയാകുമ്പോൾ മകൾ തന്റെ വീട്ടിൽ നിന്നും അമ്മയ്ക്കുള്ള ഭക്ഷണവുമായി ആ വീട്ടിലെത്തുമായിരുന്നു. മുടങ്ങാത്ത ആ പതിവ് ആ അമ്മയുടെ വാർദ്ധക്യത്തിന് വലിയൊരാശ്വാസമായിരുന്നു. അങ്ങനെയിരിക്കെ തികച്ചും സാധാരണമായ ഒരു ദിവസത്തിന്റെ ഉച്ചസമയത്ത് പതിവ് പോലെ തയ്യാറാക്കിയ ഭക്ഷണപ്പൊതിയുമായി മകൾ അമ്മയുടെ വീട്ടിലേക്ക് നടന്നു. വീട്ടിലെത്തിയപ്പോൾ അവിടെ വലിയൊരു നിശബ്ദത തളംകിട്ടി നിൽക്കുന്നതായി അവൾക്ക് അനുഭവപ്പെട്ടു. അമ്മയെ കാണാനില്ലല്ലോ എന്ന പരിഭ്രമത്തോടെ വീടിനുള്ളിലേക്ക് കയറിയ മകൾ കണ്ടത് ഹൃദയം നിലച്ചുപോകുന്നൊരു കാഴ്ചയായിരുന്നു. വീടിന്റെ തറയിൽ കഴുത്തറുക്കപ്പെട്ട നിലയിൽ സ്വന്തം അമ്മയുടെ ചേതനയറ്റ ശരീരം കിടക്കുന്നു. രക്തത്തിൽ കുളിച്ച ആ മൃതദേഹത്തിന്റെ ചെവികൾ അറുത്തുമാറ്റപ്പെട്ട നിലയിലായിരുന്നു. അവിശ്വസനീയവും ഭയാനകവുമായ ആ കാഴ്ച കണ്ടു നിന്ന മകളുടെ സമനില തെറ്റുന്ന അവസ്ഥയായിരുന്നു. ശാന്തമായ ആ ഗ്രാമത്തെ ഒന്നാകെ നടുക്കിയ ഒരു വലിയ കൊലപാതക വാർത്തയാണ് നിമിഷങ്ങൾക്കകം അവിടെ പടർന്നത്. വിവരമറിഞ്ഞയുടൻ കൊട്ടാരക്കര പോലീസ് സംഘം സംഭവസ്ഥലത്തേക്ക് കുതിച്ചെത്തി. പ്രദേശത്തെ മുഴുവൻ സുരക്ഷാ വലയത്തിലാക്കിയ പോലീസ് ഉദ്യോഗസ്ഥർ തെളിവുകൾ നഷ്ടപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചു. അന്ന് കൊട്ടാരക്കര സർക്കിൾ ഇൻസ്പെക്ടറായിരുന്ന വിജയകുമാറും സബ് ഇൻസ്പെക്ടറായിരുന്ന നാസർ നസ്രുദ്ദീനും ചേർന്നാണ് ഈ സങ്കീർണമായ കേസിന്റെ അന്വേഷണ ചുമതല ഏറ്റെടുത്തത്. അത്യന്തം സൂക്ഷ്മതയോടെ അവർ കുറ്റകൃത്യം നടന്ന സ്ഥലം പരിശോധിച്ചു. മൃതദേഹം പരിശോധിച്ച ഉദ്യോഗസ്ഥർക്ക് കൊലപാതകത്തിന്റെ ഉദ്ദേശം പെട്ടെന്ന് തന്നെ വ്യക്തമായി. കൊല്ലപ്പെട്ട സ്ത്രീയുടെ തലയുടെ ഒരു ഭാഗം തറയിൽ ശക്തമായി ഇടിച്ച് പരുക്കേറ്റ നിലയിലായിരുന്നു. അങ്ങനെയൊരു വീഴ്ചയിലാണ് അവർ അബോധാവസ്ഥയിലായതെന്ന് പോലീസ് നിഗമനത്തിലെത്തി. മൃതദേഹത്തിന്റെ ചെവികൾ അതിക്രൂരമായി അറുത്തുമാറ്റപ്പെട്ടിരുന്നു. ആ സ്ത്രീ സ്ഥിരമായി ധരിച്ചിരുന്ന സ്വർണ്ണക്കമ്മലുകൾ അപഹരിക്കാൻ വേണ്ടിയാണ് അക്രമികൾ ഈ ക്രൂരത ചെയ്തതെന്ന് ഒറ്റനോട്ടത്തിൽ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മനസ്സിലായി. നഷ്ടപ്പെട്ട സ്വർണ്ണാഭരണങ്ങൾ ഏതൊക്കെയാണെന്ന് മകൾ പോലീസിന് വിശദീകരിച്ചു കൊടുത്തു. വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ യാതൊരു തെളിവുകളും അവശേഷിപ്പിക്കാതെ ഇത്രയും കൃത്യതയോടെ ഈ കൊലപാതകം നടത്തിയത് ആരായിരിക്കുമെന്ന വലിയ ചോദ്യം പോലീസിന് മുന്നിൽ അവശേഷിച്ചു. സ്വർണം കവരുക എന്ന ലക്ഷ്യത്തോടെ മുൻകൂട്ടി ആസൂത്രണം ചെയ്തു നടത്തിയ ഒരു കൊലപാതകമാണിതെന്ന് അവർ ഉറപ്പിച്ചു. തുടർന്ന് ആ വീടും പരിസരവും പോലീസ് അരിച്ചുപെറുക്കാൻ തുടങ്ങി. പ്രധാന വീടിന്റെ മുറ്റത്തിന് അല്പം മാറി അതേ പറമ്പിൽ തന്നെ മറ്റൊരു ചെറിയ വീടുണ്ടായിരുന്നു. അന്വേഷണത്തിൽ ആ ചെറിയ വീട് വാടകയ്ക്ക് നൽകിയിരിക്കുകയാണെന്ന് പോലീസിന് മനസ്സിലായി. ജമാൽ എന്നു പേരുള്ള ഒരാളായിരുന്നു അവിടെ താമസിച്ചിരുന്നത്. എയ്ഡ്സ് രോഗത്തെക്കുറിച്ച് സമൂഹത്തിൽ അവബോധം സൃഷ്ടിക്കുന്ന ഒരു സാമൂഹിക പ്രവർത്തകനായിരുന്നു അയാൾ. ഇത്തരം ബോധവൽക്കരണ പരിപാടികളുടെ ഭാഗമായാണ് അയാൾ കൊട്ടാരക്കരയിലെ ആ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കാനെത്തിയത്. സംശയത്തിന്റെ മുന ജമാലിലേക്ക് നീണ്ടതോടെ പോലീസ് അയാളുടെ വാടകമുറി പരിശോധിച്ചു. മുറിക്കുള്ളിൽ ആരുമുണ്ടായിരുന്നില്ല. എന്നാൽ അവിടെ അടുത്തിടെ കഴിച്ച ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങളും മദ്യക്കുപ്പികളും പോലീസ് കണ്ടെത്തി. ജമാൽ എവിടെയാണെന്ന് കണ്ടെത്താനുള്ള ശ്രമങ്ങൾ പോലീസ് ആരംഭിച്ചു. അയാളുടെ മൊബൈൽ ഫോണിലേക്ക് നിരന്തരം ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും യാതൊരു പ്രതികരണവുമുണ്ടായില്ല. ഫോൺ എടുക്കാത്തതും സംഭവസ്ഥലത്തുനിന്ന് കാണാതായതും പോലീസിന്റെ സംശയം ബലപ്പെടുത്തി. ജമാൽ തന്നെയാണ് ഈ കൊലപാതകം നടത്തിയതെന്നും കൃത്യത്തിനു ശേഷം അയാൾ ഒളിവിലാണെന്നും ഉദ്യോഗസ്ഥർ ഏതാണ്ട് ഉറപ്പിച്ചു. എന്നാൽ ആ നിഗമനം അധികനേരം നീണ്ടുനിന്നില്ല. പോലീസിനെ മുഴുവൻ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് കുറച്ചു മണിക്കൂറുകൾക്ക് ശേഷം ജമാൽ ഉദ്യോഗസ്ഥരെ തിരികെ വിളിച്ചു. കൊലപാതക വിവരം അറിയിച്ച പോലീസ് എത്രയും വേഗം സ്റ്റേഷനിൽ ഹാജരാകാൻ കർശനമായി നിർദ്ദേശിച്ചു. കുറ്റവാളിയാണെങ്കിൽ അയാൾ ഒരിക്കലും വരില്ലെന്നും എങ്ങോട്ടെങ്കിലും കടന്നുകളയുമെന്നുമായിരുന്നു പോലീസിന്റെ പ്രതീക്ഷ. എന്നാൽ അന്വേഷണ സംഘത്തെ അമ്പരപ്പിച്ചുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ജമാൽ കൊട്ടാരക്കര പോലീസ് സ്റ്റേഷനിൽ നേരിട്ട് ഹാജരായി. സ്വന്തം ഇഷ്ടപ്രകാരം ധൈര്യത്തോടെ സ്റ്റേഷനിലേക്ക് കയറി വന്ന ജമാലിന്റെ പ്രവൃത്തി അയാളിലുള്ള സംശയം വലിയൊരു പരിധിവരെ ഇല്ലാതാക്കാൻ കാരണമായി. തുടർന്നു നടന്ന ചോദ്യം ചെയ്യലിൽ ജമാൽ തന്റെ നിരപരാധിത്വം വ്യക്തമാക്കി. അന്ന് അതിരാവിലെ തന്നെ എഴുന്നേറ്റ് ചാത്തന്നൂർ ഭാഗത്ത് നടക്കുന്ന ഒരു എയ്ഡ്സ് ബോധവൽക്കരണ പരിപാടിയിൽ പങ്കെടുക്കാൻ പോയതായിരുന്നു താനെന്ന് അയാൾ പോലീസിനോട് വിശദീകരിച്ചു. എന്നാൽ ഈ മൊഴി മാത്രം വെച്ചുകൊണ്ട് അയാളെ പൂർണ്ണമായും ഒഴിവാക്കാൻ പോലീസിന് കഴിയുമായിരുന്നില്ല. ആ സമയത്താണ് കേസിന്റെ ഗതി മാറ്റിയ മറ്റൊരു സുപ്രധാന വിവരം ജമാൽ വെളിപ്പെടുത്തുന്നത്. തലേദിവസം കൊല്ലം ബസ് സ്റ്റാൻഡിൽ വെച്ച് താൻ പുതിയതായി ഒരാളെ പരിചയപ്പെട്ടിരുന്നുവെന്നും അയാൾക്കൊപ്പം മദ്യപിക്കാൻ തീരുമാനിച്ചുവെന്നും ജമാൽ പറഞ്ഞു. മദ്യം വാങ്ങിയ ശേഷം ആ പുതിയ സുഹൃത്തിനെയും കൂട്ടി ജമാൽ തന്റെ വാടകമുറിയിലേക്ക് വന്നു.
അവിടെ എത്തിയ ശേഷം സുഹൃത്തിന് മദ്യം നൽകി അയാളെ മുറിയിലാക്കിയിട്ട് ജമാൽ തന്റെ ജോലികൾക്കായി പുറത്തുപോയി. രാത്രിയിൽ തിരിച്ചെത്തിയപ്പോൾ ആ വ്യക്തിയെ വീണ്ടും തനിക്കൊപ്പം താമസിപ്പിച്ചു. അയാളുടെ പേര് രാജു എന്നാണെന്ന് മാത്രമേ ജമാലിന് അറിയുമായിരുന്നുള്ളൂ. ബസ് സ്റ്റാൻഡിൽ വെച്ചുണ്ടായ പരിചയം എന്നതിനപ്പുറം അയാളെക്കുറിച്ച് യാതൊരു വിവരവും ജമാലിന്റെ പക്കലില്ലായിരുന്നു. ഇതോടെ അന്വേഷണത്തിന്റെ ദിശ രാജു എന്ന അജ്ഞാതനിലേക്ക് തിരിഞ്ഞു. വാടകമുറിയിൽ കഴിഞ്ഞ രാജു തന്നെയാണ് ആ വൃദ്ധയെ കൊലപ്പെടുത്തിയതെന്നും സ്വർണം അപഹരിച്ചതെന്നും പോലീസിന് പൂർണ്ണ ബോധ്യമായി. എന്നാൽ തലേദിവസം മാത്രം പരിചയപ്പെട്ട രാജു എന്ന് മാത്രം പേരുള്ള ഒരാളെ എങ്ങനെ കണ്ടെത്തുമെന്നത് വലിയൊരു വെല്ലുവിളിയായിരുന്നു. കൊല്ലം ബസ് സ്റ്റാൻഡും പരിസരവും കേന്ദ്രീകരിച്ച് പോലീസ് രഹസ്യാന്വേഷണം ആരംഭിച്ചു. അവിടുത്തെ സ്ഥിരം യാത്രക്കാരോടും കച്ചവടക്കാരോടും വിവരങ്ങൾ തിരക്കി. ആ അന്വേഷണത്തിനൊടുവിൽ രാജുവിനെക്കുറിച്ചുള്ള സുപ്രധാന വിവരങ്ങൾ പോലീസിന് ലഭിച്ചു. കൊല്ലത്തിനടുത്തുള്ള ഒരു കോളനി പ്രദേശത്താണ് ഇയാളുടെ താമസമെന്നും ചെറിയ രീതിയിലുള്ള ക്രിമിനൽ പശ്ചാത്തലമുള്ള വ്യക്തിയാണ് രാജുവെന്നും അന്വേഷണത്തിൽ തെളിഞ്ഞു. രാജുവിനെ തെരഞ്ഞ് പോലീസ് അയാളുടെ പ്രദേശത്തെത്തിയെങ്കിലും അയാളെ അവിടെ കണ്ടെത്താനായില്ല. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ജമാൽ രാജുവിന് ഒരു മൊബൈൽ ഫോൺ സമ്മാനമായി നൽകിയിരുന്ന വിവരം പോലീസ് അറിയുന്നത്. കൊലപാതകത്തിന് ശേഷം ആ ഫോണും കാണാതായിരുന്നു. ആ ഫോൺ കേന്ദ്രീകരിച്ച് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ പോലീസ് തീരുമാനിച്ചു. ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ആ ഫോണിന്റെ വിവരങ്ങൾ ശേഖരിച്ചപ്പോൾ രാജു കേരളം വിട്ടതായി മനസ്സിലായി. തമിഴ്നാട്ടിലേക്കാണ് ആ ഫോണിന്റെ സിഗ്നലുകൾ പോലീസിനെ നയിച്ചത്. തമിഴ്നാട്ടിൽ രാജു ആരുമായാണ് ബന്ധപ്പെടുന്നതെന്ന് പോലീസ് സൂക്ഷ്മമായി നിരീക്ഷിച്ചു. കാളേശ്വരൻ എന്നൊരാളുമായാണ് രാജു സ്ഥിരമായി ഫോണിൽ സംസാരിക്കുന്നതെന്ന് ഉദ്യോഗസ്ഥർ കണ്ടെത്തി. കാളേശ്വരനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അയാൾ തമിഴ്നാട്ടിലെ ഒരു അധോലോക നായകനാണെന്നും നിരവധി ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടയാളാണെന്നും വ്യക്തമായി. ഇതൊരു വലിയ പ്രതിസന്ധിയായിരുന്നു. കാളേശ്വരനെപ്പോലൊരു ഗുണ്ടാ നേതാവിന്റെ സങ്കേതത്തിൽ ചെന്ന് ഒരു പ്രതിയെ പിടികൂടുക എന്നത് പ്രായോഗികമായി വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. അവിടെ വെച്ച് പോലീസ് ഒരു ബുദ്ധിപരമായ നീക്കം നടത്തി. കാളേശ്വരനുമായി ഒരു സമവായത്തിലെത്താൻ പോലീസ് തീരുമാനിച്ചു. തമിഴ്നാട്ടിലെ പോലീസിന്റെ കൂടി സഹായത്തോടെ കാളേശ്വരനുമായി കേരള പോലീസ് ആശയവിനിമയം നടത്തി. തങ്ങൾ കാളേശ്വരനെ അന്വേഷിച്ചോ അറസ്റ്റ് ചെയ്യാനോ വന്നതല്ലെന്നും നാട്ടിൽ ഒരു കൊലപാതകം നടത്തി ഒളിവിൽ കഴിയുന്ന രാജുവിനെ മാത്രമാണ് തങ്ങൾക്ക് വേണ്ടതെന്നും പോലീസ് അയാളെ അറിയിച്ചു. രാജു അവിടെയുണ്ടെന്ന് തങ്ങൾക്ക് കൃത്യമായി അറിയാമെന്നും അവനെ പിടികൂടാൻ സഹായിച്ചാൽ കാളേശ്വരന്റെ മറ്റിടപാടുകളിൽ തങ്ങൾ ഇടപെടില്ലെന്നും ഉദ്യോഗസ്ഥർ ഉറപ്പു നൽകി. ഈ വാഗ്ദാനം കാളേശ്വരനും അയാളുടെ സംഘത്തിനും സ്വീകാര്യമായി. പോലീസുമായി ഒരു ഏറ്റുമുട്ടലിന് താൽപ്പര്യമില്ലാതിരുന്ന കാളേശ്വരൻ രാജുവിനെ പോലീസിന് കൈമാറാൻ സമ്മതിച്ചു. എന്നാൽ കാര്യങ്ങൾ പോലീസ് വിചാരിച്ചതുപോലെ എളുപ്പമായിരുന്നില്ല. കാളേശ്വരൻ രാജുവിനെ ഫോണിൽ വിളിച്ച് സംസാരിക്കാൻ തുടങ്ങി. സംസാരിക്കുന്നതിനിടയിൽ കാളേശ്വരന്റെ ശബ്ദത്തിലോ പെരുമാറ്റത്തിലോ വന്ന മാറ്റം രാജുവിന് സംശയമുണ്ടാക്കി. എന്തോ വലിയൊരു അപകടം തന്നെ കാത്തിരിക്കുന്നുണ്ടെന്ന് ആ ക്രിമിനൽ മനസ്സ് തിരിച്ചറിഞ്ഞു. മധുരയ്ക്കടുത്തുന്ന ചായൽക്കുടി എന്ന സ്ഥലത്തായിരുന്നു അപ്പോൾ അവർ ഉണ്ടായിരുന്നത്. അവിടുന്ന് നമുക്ക് തിരികെ പോകാമെന്ന് രാജു കാളേശ്വരനോട് പറഞ്ഞു. പോകുന്നതിനു മുൻപ് ഒന്ന് ശൗചാലയത്തിൽ പോകണമെന്നും അയാൾ ആവശ്യപ്പെട്ടു. അവിടെ അടുത്തുള്ള ഒരു ബസ് സ്റ്റാൻഡിലെ പൊതു ശൗചാലയത്തിലേക്കാണ് രാജു പോയത്. കാളേശ്വരൻ പുറത്ത് കാവൽ നിന്നു. രാജു അകത്തു കയറി വാതിലടച്ചു. ബസ് സ്റ്റാൻഡുകളിലെ ശൗചാലയങ്ങളുടെ വാതിലുകൾക്ക് താഴെയായി അല്പം വിടവുണ്ടാകുക സ്വാഭാവികമാണ്. ആ ശൗചാലയത്തിന്റെ വാതിലിനടിയിലും അത്തരത്തിലൊരു വിടവുണ്ടായിരുന്നു. പുറത്ത് കാളേശ്വരൻ നിൽപ്പുണ്ടെന്നുറപ്പുള്ള രാജു ആ വാതിലിനടിയിലുള്ള ചെറിയ വിടവിലൂടെ അതിവിദഗ്ധമായി ഇഴഞ്ഞു പുറത്തു കടന്നു. തറയോട് ചേർന്ന് ഇഴഞ്ഞുള്ളാറിയ രാജു അവിടെ നിന്നും രക്ഷപ്പെട്ടു. കുറെ കഴിഞ്ഞിട്ടും രാജുവിനെ കാണാതായതോടെ കാളേശ്വരൻ അകത്തു കയറി നോക്കിയെങ്കിലും അവിടെ ആരുമുണ്ടായിരുന്നില്ല. അങ്ങനെ രാജുവിനെ പിടികൂടാനുള്ള പോലീസിന്റെ തന്ത്രങ്ങളെല്ലാം പാളിപ്പോയി. മധുര പോലൊരു വലിയ നഗരത്തിൽ അപ്രത്യക്ഷനായ രാജുവിനെ ഇനി എങ്ങനെ കണ്ടെത്തുമെന്നത് വലിയൊരു ചോദ്യചിഹ്നമായി മാറി. രാജുവിന്റെ പക്കലുള്ള ഫോൺ അയാൾ ഉപേക്ഷിക്കാനാണ് സാധ്യതയെന്ന് പോലീസ് മനസ്സിലാക്കി. ഇനിയൊരു ഫോൺ കോളിനു വേണ്ടി കാത്തിരിക്കുക മാത്രമായിരുന്നു പോലീസിനു മുന്നിലുണ്ടായിരുന്ന ഏക വഴി. അതിനായി രാജുവിന്റെ സഹോദരിയുടെ മൊബൈൽ നമ്പർ പോലീസ് രഹസ്യമായി നിരീക്ഷിക്കാൻ തുടങ്ങി. സ്വന്തം സഹോദരിയെ അവൻ എന്തായാലും ബന്ധപ്പെടുമെന്നായിരുന്നു ഉദ്യോഗസ്ഥരുടെ കണക്കുകൂട്ടൽ. സഹോദരിയുടെ ഫോണിലേക്ക് വരുന്ന എല്ലാ കോളുകളും പോലീസ് സൂക്ഷ്മമായി പരിശോധിച്ചുകൊണ്ടിരുന്നു. രാജുവിനെ ഭയമുള്ളതുകൊണ്ട് സഹോദരി ഒരിക്കലും അവനുമായി ബന്ധപ്പെടുന്ന വിവരങ്ങൾ പോലീസിനോട് പറയില്ലെന്ന് ഉദ്യോഗസ്ഥർക്ക് ഉറപ്പായിരുന്നു. അതിനാൽ സാങ്കേതിക വിദ്യയെ മാത്രം ആശ്രയിച്ചായിരുന്നു അന്വേഷണം. ദിവസങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ആ സഹോദരിയുടെ ഫോണിലേക്ക്
തികച്ചും അപരിചിതമായ പുതിയൊരു നമ്പറിൽ നിന്നും ഒരു കോൾ വന്നു. സ്ഥിരമായി വിളിക്കുന്ന നമ്പറുകളിൽ നിന്നല്ലാത്ത ആ കോൾ പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അത് രാജു തന്നെ ആയിരിക്കുമെന്ന് അന്വേഷണ സംഘം ഉറപ്പിച്ചു വിശ്വസിച്ചു. തുടർന്ന് ആ പുതിയ നമ്പറിന്റെ വിവരങ്ങൾ ശേഖരിക്കാൻ തുടങ്ങി. ആ നമ്പർ ഉപയോഗിക്കുന്ന മൊബൈൽ ടവറുകളുടെ വിവരങ്ങൾ പരിശോധിച്ചപ്പോൾ രാജു നേരത്തെയുണ്ടായിരുന്ന അതേ പ്രദേശങ്ങളിൽ നിന്ന് തന്നെയാണ് പുതിയ സിഗ്നലുകളും വരുന്നതെന്ന് പോലീസിന് വ്യക്തമായി. പോലീസിന്റെ കണക്കുകൂട്ടലുകൾ പൂർണ്ണമായും ശരിയായിരുന്നു. ആ പുതിയ ഫോൺ ഉപയോഗിക്കുന്നത് രാജു തന്നെയായിരുന്നു. തുടർന്ന് ആ ഫോണിന്റെ ടവർ വിവരങ്ങൾ വെച്ച് രാജുവിന്റെ സഞ്ചാരവഴി പോലീസ് പിന്തുടർന്നു. ഒരു ദിവസം രാജു വീണ്ടും മധുര ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ടെന്ന് പോലീസിന് വിവരം ലഭിച്ചു. ഉടൻ തന്നെ അന്വേഷണ സംഘം അവിടെ കുതിച്ചെത്തിയെങ്കിലും അപ്പോഴേക്കും അവൻ അവിടെ നിന്നും കടന്നിരുന്നു. രാജു ഇനി എങ്ങോട്ടായിരിക്കും പോവുക എന്ന് പോലീസ് വളരെ വേഗത്തിൽ ചിന്തിച്ചു. അവൻ തൂത്തുക്കുടിയിലേക്ക് പോകാനാണ് ഏറ്റവും കൂടുതൽ സാധ്യതയെന്ന് പോലീസ് അനുമാനിച്ചു. അങ്ങനെയെങ്കിൽ അവൻ മധുര റെയിൽവേ സ്റ്റേഷനിൽ നിന്നും തൂത്തുക്കുടിക്കുള്ള തീവണ്ടിയിലായിരിക്കും യാത്ര ചെയ്യുക. സമയമൊട്ടും കളയാതെ പോലീസ് സംഘം മധുര റെയിൽവേ സ്റ്റേഷനിലേക്ക് തിരിച്ചു. തൂത്തുക്കുടിയിലും അന്വേഷണം നടത്താൻ പോലീസ് തീരുമാനിച്ചു. അന്വേഷണം കൂടുതൽ കാര്യക്ഷമമാക്കാൻ ഉദ്യോഗസ്ഥർ 2 സംഘങ്ങളായി തിരിഞ്ഞു. ഒരു സംഘം രാജു കയറാൻ സാധ്യതയുള്ള തൂത്തുക്കുടിയിലേക്കുള്ള തീവണ്ടിയിൽ കയറി പരിശോധന ആരംഭിച്ചു. രണ്ടാമത്തെ സംഘം റെയിൽവേ സ്റ്റേഷനും പരിസരവും അരിച്ചുപെറുക്കാൻ തീരുമാനിച്ചു. ശാസ്ത്രീയമായ അന്വേഷണത്തിനൊപ്പം പോലീസിന്റെ ഭാഗ്യവും അവിടെ കൂട്ടിനെത്തി. എത്ര വലിയ ക്രിമിനലായാലും പോലീസിന്റെ വലയിൽ വീഴുക തന്നെ ചെയ്യുമെന്നതിന്റെ തെളിവായിരുന്നു പിന്നീടുണ്ടായത്. തീവണ്ടിയിൽ കയറിയ സംഘം പരിശോധന തുടരുന്നതിനിടയിൽ റെയിൽവേ സ്റ്റേഷനിൽ പരിശോധന നടത്തിയ സർക്കിൾ ഇൻസ്പെക്ടർ വിജയകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം സ്റ്റേഷനിലെ ഒഴിഞ്ഞ ഭാഗങ്ങളിലേക്ക് നീങ്ങി. അവിടെ ഒരു മരബെഞ്ചിൽ ആരും അറിയാതെ ഒരാൾ നല്ല ഉറക്കത്തിലായിരുന്നു. അടുത്തു ചെന്നു നോക്കിയ പോലീസിന് തങ്ങളുടെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. തങ്ങൾ നാളുകളായി അന്വേഷിച്ചു നടക്കുന്ന, നാടിനെ നടുക്കിയ കൊലപാതകം ചെയ്ത അതേ രാജു യാതൊരു കൂസലുമില്ലാതെ അവിടെ കിടന്നുറങ്ങുന്നു. യാതൊരു പ്രതിരോധത്തിനും അവസരം നൽകാതെ ഉറക്കത്തിൽ വെച്ച് തന്നെ പോലീസ് രാജുവിനെ കീഴ്പ്പെടുത്തി അറസ്റ്റ് ചെയ്തു. അങ്ങനെ യാതൊരു തെളിവുകളും അവശേഷിപ്പിക്കാതെ അജ്ഞാതനായ ഒരു കൊലയാളി നടത്തിയ ആ കൊടും ക്രൂരതയുടെ ചുരുളഴിഞ്ഞു. അന്വേഷണ ഉദ്യോഗസ്ഥരുടെ അർപ്പണബോധവും സാങ്കേതികവിദ്യയുടെ കൃത്യമായ ഉപയോഗവും കുറ്റവാളിയുടെ മനഃശാസ്ത്രം മനസ്സിലാക്കിയുള്ള നീക്കങ്ങളുമാണ് ഈ കേസിൽ നിർണായകമായത്. പ്രതിയെ പിടികൂടി വെറും 3 മാസങ്ങൾക്കുള്ളിൽ തന്നെ പോലീസ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. പ്രധാന സാക്ഷികൾ പോലുമില്ലാതിരുന്ന ഈ കേസിൽ ശാസ്ത്രീയമായ തെളിവുകളുടെയും സാഹചര്യ തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ കോടതി രാജുവിന് ജീവപര്യന്തം തടവുശിക്ഷ വിധിച്ചു. കുറ്റമറ്റ അന്വേഷണ മികവിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായി ഈ സംഭവം ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടു. ഒരു ചെറിയ അശ്രദ്ധ പോലുമില്ലാതെ കുറ്റവാളിയെ എത്ര ദൂരത്ത് പോയിട്ടാണെങ്കിലും നിയമത്തിനു മുന്നിൽ കൊണ്ടുവരുമെന്ന അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഇച്ഛാശക്തിയാണ് ഈ കേസിന്റെ വിജയത്തിന് കാരണമായത്. ഈ സംഭവങ്ങൾക്കൊടുവിൽ ആ ഗ്രാമത്തിന് നഷ്ടപ്പെട്ട സമാധാനം ഒരു പരിധിവരെ തിരികെ ലഭിച്ചു. കുറ്റവാളി ഇരുമ്പജിക്കുള്ളിലായതോടെ നീതി നടപ്പിലാക്കപ്പെട്ടു എന്ന ആശ്വാസത്തിലായിരുന്നു ആ നാട്. വലിയൊരു പോരാട്ടത്തിന്റെ വിജയകരമായ അന്ത്യമായിരുന്നു അത്. ഇതേപോലത്തെ ഇന്ത്യയിൽ അകത്തും പുറത്തും നടന്നതുമായ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറീസ് പ്ലേലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട്. കേൾക്കുക, അഭിപ്രായം അറിയിക്കുക.